കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന LDFനെ പ്രതിരോധിക്കാൻ വമ്പൻ ജനകീയ വാഗ്ദാനങ്ങളുമായാണ് UDF രംഗത്തെത്തിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തിയ പുതുയുഗ യാത്രയുടെ സമാപന വേദിയിൽ വെച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികൾ കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസിനെ അധികാരത്തിലേറ്റിയ വെൽഫെയർ ഗ്യാരണ്ടി മാതൃക കേരളത്തിലും നടപ്പിലാക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 ഉറപ്പുകൾ കേരളത്തിലെ വിവിധ ജനവിഭാഗങ്ങളെ നേരിട്ട് ബാധിക്കുന്നവയാണ്. ഇവയാണ്: KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് പൂർണ്ണമായി സൗജന്യ യാത്ര അനുവദിക്കും. ഇത് സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുകയും കുടുംബങ്ങളുടെ യാത്രാ ചെലവ് കുറയ്ക്കുകയും ചെയ്യും. കർണാടകയിലെ ശക്തി പദ്ധതിക്ക് സമാനമായ ഒന്നായിരിക്കും ഇത്. നിലവിൽ 1600 രൂപയായ സാമൂഹിക ക്ഷേമ പെൻഷൻ UDF അധികാരത്തിൽ വന്നാൽ 3000 രൂപയായി വർദ്ധിപ്പിക്കും. പെൻഷൻ കുടിശ്ശിക വരുത്തില്ലെന്നും കൃത്യമായി വിതരണം ചെയ്യുമെന്നും രാഹുൽ ഗാന്ധി ഉറപ്പ് നൽകി. കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ പരിരക്ഷ ഉറപ്പാക്കും. മികച്ച ചികിത്സ സാധാരണക്കാരന് സൗജന്യമായി ലഭ്യമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പെൺകുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് മാസം തോറും 1000 രൂപ വീതം ധനസഹായം നൽകും. കേരളത്തിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ യുവാക്കൾക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായി 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പയും ലഭ്യമാക്കും. VD സതീശൻ നയിച്ച പുതുയുഗ യാത്ര വെറുമൊരു രാഷ്ട്രീയ യാത്രയായിരുന്നില്ല. 25 ദിവസങ്ങൾ കൊണ്ട് 121 പൊതുസമ്മേളനങ്ങളാണ് യാത്രയുടെ ഭാഗമായി നടന്നത്. ഓരോ ജില്ലയിലെയും പ്രാദേശിക പ്രശ്നങ്ങൾ പഠിക്കാനും ജനങ്ങളുമായി നേരിട്ട് സംവാദിക്കാനും ഈ യാത്രയിലൂടെ സാധിച്ചു. ആരോഗ്യ മേഖലയിലെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെയും പോരായ്മകൾ പരിഹരിക്കാനുള്ള പ്രത്യേക പോളിസി രേഖകളും ഈ യാത്രക്കിടെ പുറത്തിറക്കിയിരുന്നു. ഈ ചർച്ചകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആവശ്യങ്ങളാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഗ്യാരണ്ടികളായി പ്രഖ്യാപിച്ചത്. കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസ് പയറ്റിയ തന്ത്രം കേരളത്തിലും ഫലം കാണുമെന്നാണ് UDF കണക്കുകൂട്ടുന്നത്. LDF സർക്കാർ പെൻഷൻ വർധനവ് വാഗ്ദാനം ചെയ്തിട്ടും അത് നടപ്പിലാക്കിയില്ലെന്ന വിമർശനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ യാത്രയിലുടനീളം ഉന്നയിച്ചിരുന്നു. ഇതിന് ബദലായിട്ടാണ് 3000 രൂപയുടെ പെൻഷൻ പ്രഖ്യാപനം. മാത്രമല്ല, മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ് രൂപീകരണം എന്ന പ്രഖ്യാപനം കേരളത്തിലെ വർദ്ധിച്ചു വരുന്ന പ്രായമായ ജനസംഖ്യയെ ലക്ഷ്യം വെച്ചുള്ളതാണ്. സ്ത്രീകളുടെയും യുവാക്കളുടെയും വോട്ടുകൾ നിർണായകമാകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ 5 ഗ്യാരണ്ടികൾ UDFന് വലിയ മേൽക്കൈ നൽകുന്നു. സമാപന സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പിണറായി സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചു. കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയെ തൊടാത്തത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം ചോദിച്ചു. BJPയും CPMും തമ്മിൽ അന്തർധാരണ ഉണ്ടെന്ന ആരോപണവും അദ്ദേഹം ആവർത്തിച്ചു. കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി US-മായി ഒപ്പിട്ട വ്യാപാര കരാർ ഇന്ത്യയിലെ കർഷകരെയും ചെറുകിട വ്യാപാരികളെയും വഞ്ചിക്കുന്നതാണെന്നും അദ്ദേഹം ആരോപിച്ചു. രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനങ്ങൾ UDF പ്രവർത്തകർക്ക് വലിയ ആവേശമാണ് പകർന്നിരിക്കുന്നത്. ഒന്നിച്ചു നിന്നാൽ വിജയം ഉറപ്പാണെന്ന സന്ദേശമാണ് അദ്ദേഹം നേതാക്കൾക്ക് നൽകിയത്. വരും ദിവസങ്ങളിൽ ഈ 5 ഗ്യാരണ്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള UDFന്റെ പൂർണ്ണ രൂപത്തിലുള്ള പ്രകടന പത്രിക പുറത്തിറങ്ങും. കേരളത്തിലെ സാധാരണക്കാരന്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിനൊപ്പം സംസ്ഥാനത്തിന്റെ വികസനത്തിന് പുതിയ ദിശാബോധം നൽകാനാണ് UDF ശ്രമിക്കുന്നത്. വരാനിരിക്കുന്ന കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അധികാരം തിരിച്ചുപിടിക്കാൻ ലക്ഷ്യമിട്ട് UDF സ്വീകരിച്ചിരിക്കുന്ന പ്രധാന തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഇവയാണ്. കർണാടകയിലും തെലങ്കാനയിലും പരീക്ഷിച്ചു വിജയിച്ച ഗ്യാരണ്ടി പദ്ധതികൾ കേരളത്തിലും അവതരിപ്പിക്കുക എന്നതാണ് പ്രധാന തന്ത്രം. വോട്ടർമാരെ നേരിട്ട് സ്വാധീനിക്കുന്ന 5 വാഗ്ദാനങ്ങൾ വഴി ഭരണവിരുദ്ധ വികാരം വോട്ടുകളാക്കി മാറ്റാൻ UDF ശ്രമിക്കുന്നു. തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ കൂട്ടായ നേതൃത്വം എന്ന നിലപാടാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്വീകരിച്ചിരിക്കുന്നത്. ഇത് ഗ്രൂപ്പ് വഴക്കുകൾ ഒഴിവാക്കാനും നേതാക്കൾക്കിടയിൽ ഐക്യം നിലനിർത്താനും സഹായിക്കുന്നു. രാഹുൽ ഗാന്ധി തന്നെ നേതാക്കളോട് ഒരുമിച്ച് നൃത്തം ചെയ്യാൻ ആഹ്വാനം ചെയ്തത് ഈ ഐക്യത്തിന് വേണ്ടിയാണ്. LDF സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും സജീവ ചർച്ചയാകുന്നു. കൂടാതെ മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക വകുപ്പ്, ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ആരോഗ്യ പദ്ധതി തുടങ്ങിയവയിലൂടെ വൈകാരികവും സാമൂഹികവുമായ പിന്തുണ ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു. പരമ്പരാഗത വോട്ട് ബാങ്കുകൾ നിലനിർത്തുന്നതിനൊപ്പം നിഷ്പക്ഷ വോട്ടർമാരെയും യുവാക്കളെയും ലക്ഷ്യമിട്ടുള്ള പ്രചാരണ പരിപാടികളാണ് പുതുയുഗ യാത്ര പോലെയുള്ളവയിലൂടെ UDF നടപ്പിലാക്കിയത്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജനത്തിലും വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിച്ച മുന്നണി കെട്ടുറപ്പ് ഉറപ്പാക്കുന്നുണ്ട്. യുവജനങ്ങളെ ആകർഷിക്കാൻ ഹൈടെക് പ്രചാരണ രീതികളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും UDF ഇത്തവണ വ്യാപകമായി ഉപയോഗിക്കുന്നു. ഈ തന്ത്രങ്ങൾ വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ.